ഫൗസിയ റഷീദ് ഈ പുള്ളിക്കാരിയെ വിളിക്കും എന്നാണ് ഞാൻ അറിഞ്ഞത്. അപ്പോൾ ഫൈനലി ഗൈസ് ഞാൻ ബിഗ് ബോസിൽ പോവാണ്. എനിക്ക് സെലക്ഷൻ കിട്ടി, ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ ഇത് ഞാനും ബിഗ് ബോസ് മാമനും മാത്രം അറിഞ്ഞില്ല, ബാക്കിയുള്ള എല്ലാ സോഷ്യൽ മീഡിയയിലുള്ള ആൾക്കാരും അറിഞ്ഞു. എങ്ങനെ ഇങ്ങനെ അടുത്ത ഞാൻ അറിഞ്ഞ മറ്റൊരു പേര് ബിഗ് ബോസ് വിളിക്കുമെന്ന് അറിഞ്ഞത് ഒരു സിംഗർ ആണ് കേട്ടോ. വളരെ ഒരു സിംഗർ എന്ന് പറഞ്ഞപ്പോൾ ഒരു സൂപ്പർ സിംഗർ ആയിട്ടുള്ള ഫൗസിയ റഷീദ്. ഇതാണ് ഫൗസിയ റഷീദ്. ഈ പുള്ളിക്കാരിയെ വിളിക്കും എന്നാണ് ഞാൻ അറിഞ്ഞത്. ഞാൻ പോലും അറിഞ്ഞില്ല. ഇവ എങ്ങനെ അറിഞ്ഞു? ഇതിൽ മാത്രമല്ല കേട്ടോ, ഒരുപാട് പ്ലാറ്റ്ഫോമിൽ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒരു സമാധാനം ഇല്ലെന്നേ. ബിഗ് ബോസ് വിളിക്കാൻ പോകുന്നു ആരൊക്കെ? സൂപ്പർ സിംഗർ ആയിട്ടുള്ള ഫൗസിയ റഷീദ്. സിംഗറായ ഫൗസിയ. ഇങ്ങനെ ഒരുപാട് സ്ഥലത്ത് ഇങ്ങനെ ഞാൻ പാറി നടക്കുന്നുണ്ട് ഗൈസ്. ഞാൻ ആലോചിക്കുക എന്തോരം സിംഗേഴ്സ് ഈ കേരളത്തിലുണ്ട്. മൂഞ്ചി മറ്റെന്താ നീങ്ക ഓർത്തിട്ടെ. എന്തായാലും നൈസ് എന്നെ ഫേമസ് ആക്കി എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. പിന്നെ ഇങ്ങനെ ഒരു വലിയൊരു പ്ലാറ്റ്ഫോമായ ബിഗ് ബോസിലേക്ക് പോകാനുള്ളൊരു ടാലന്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നില്ല. ബിക്കോസ് അതിനകത്ത് വേണ്ട ഒരുപാട് ടാലന്റ് എന്ന് വെച്ചാൽ കുശുമ്പ്, പുന്നായ്മ, അടി, തൊഴി, പിരികേറ്റില് ഇങ്ങനത്തുള്ള കുറച്ച് ടാലന്റ് ഒക്കെ നമുക്ക് വേണം. അതൊക്കെ ഞാൻ ചിലപ്പം ഓൺലൈൻ ക്ലാസ് ആയിട്ട് പഠിക്കേണ്ടി വരും ഇതിനകത്തോട്ടൊക്കെ എൻട്രി ചെയ്യണമെങ്കിലേ. അതുകൊണ്ട് എനിക്ക് തോന്നുന്നില്ല എന്നെ വിളിക്കുമെന്ന്. ഇനി അഥവാ വിളിച്ചാലും ഞാൻ എൻ്റെ പ്ലാറ്റ്ഫോമിൽ ഒന്ന് അറിയിക്കും. എൻ്റെ കുടുംബക്കാർ, നാട്ടുകാർ, വീട്ടുകാർ, ഫ്രണ്ട്സ് ഒക്കെ എനിക്ക് മെസ്സേജിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു ബിഗ് ബോസിൽ പോകുന്നുണ്ടല്ലേ, ബിഗ് ബോസിൽ പോകുന്നില്ലേ, പറയാത്ത എന്തേ എന്നൊക്കെ പറഞ്ഞിട്ട്. ഗൈസ് ഞാൻ പോകുന്നില്ല. പോകുമ്പോൾ ഞാൻ അറിയിക്കാം. ഓക്കെ ബൈ.